ഞാൻ എൻ്റെ പേരക്കുട്ടികളോടൊപ്പം വിഷു ആഘോഷിക്കുന്നതാണ്. എൻ്റെ പേരക്കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. പേരക്കുട്ടികൾക്ക് ഞാൻ വിഷു കൈനീട്ടം കൊടുക്കട്ടെ കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ച്. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഈ വർഷം മുഴുവനും ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവണമേ. ഈ ലോകവും ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവമേ, നന്ദി നന്ദി. ഞങ്ങളുടെ വിഷു ഡേയിൽ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പം ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ ബൈ. അമ്പലത്തിൽ പോയിട്ട് വരട്ടെ കേട്ടോ. എല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ഹാപ്പി വിഷു. ഭക്ഷണം കാണുന്നില്ല. ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പേരക്കുട്ടികളുടെ കൂടെ മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി തൊഴുതു വീട്ടിൽ വന്നു.
ഇപ്പം ഞങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കുവാണ്. നല്ല സന്തോഷത്തോടെ ഞങ്ങൾ തൊഴുത് എൻ്റെ മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ തൊഴുതു വന്നു. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ പായസമൊക്കെ ഹസ്ബൻഡ് വെച്ചു. ഹസ്ബൻഡ് അമ്പലത്തിൽ പോകുന്നില്ല, കാരണം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആവണമല്ലോ. പിന്നെ ഞങ്ങൾക്ക് 2 ഗസ്റ്റും ഉണ്ട്. വെളുപ്പിനെ ഞാനും ഹസ്ബൻഡും എഴുന്നേറ്റു. ഞാൻ കണിയൊക്കെ തലേ ദിവസം തന്നെ ഒരുക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെ പിള്ളേരെ എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു. അവർ ഹാപ്പിയാണ്, കാരണം അവർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർക്ക് ഈ വിഷുക്കണിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. ഇപ്പോൾ പേരക്കുട്ടികളൊക്കെ താഴെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വിഷു ആഘോഷിക്കുമ്പോൾ എൻ്റെ കൂടെ പേരക്കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. ഈ വർഷം പേരക്കുട്ടികൾ എൻ്റെ കൂടൊപ്പം ഉണ്ടാവണം. 4 പേരക്കുട്ടികളാണുള്ളത്. അവരെൻ്റെയോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ കഴിഞ്ഞ വിഷുവിന് ആഗ്രഹിച്ചിരുന്നു. എന്തായാലും അതുപോലെ തന്നെ എനിക്ക് സാധ്യമായി. മരുമക്കളെ പേരക്കുട്ടികളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. കാരണം എനിക്ക് ഏജ് കൂടി വരുന്നു. ഓരോ വർഷവും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് എത്രത്തോളം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. എല്ലാ പ്രായമായവർക്കും സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവരെയും ദിനം പ്രതി മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏജ് ഓവർ ആകുമ്പോൾ നമുക്കിനി എത്ര കാലം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. എന്തായാലും നമ്മുടെ ആയുസിനെ കുറിച്ചുള്ള ആ ഒരു ടെൻഷനൊന്നുമല്ല. മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പം നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ അത്രയും നമ്മൾ സന്തോഷിച്ച് അതിലൂടെ നമ്മുടെ ജീവിത സാഫല്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് അത് സാധിച്ചു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഈ വർഷം വിഷു ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഈ വർഷം വിഷുവിനാണെങ്കിൽ തന്നെയും എല്ലാം കൊണ്ടും പ്രകൃതിയും നമുക്ക് അനുകൂലമാണ്. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ. ഞാൻ ഈ വിഷു ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴും എനിക്ക് എല്ലാവരെ കുറിച്ചും ഒരു ചിന്തയുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. പിന്നെ പല അസുഖങ്ങൾ മൂലം ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. എടുത്തു പറയട്ടെ, എൻ്റെ മൂത്ത സഹോദരനും ആശുപത്രിയിലാണ്. ഒരു പനി വന്നു, ഹോസ്പിറ്റലിലാണ്. അപ്പം ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മൂത്ത സഹോദരൻ തന്നെയാണ്. മൂത്ത സഹോദരൻ ആശുപത്രിയിലായതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എൻ്റെ പേരക്കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നമ്മളുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടി ഞാൻ വിഷു ആഘോഷിച്ചു. അതാണ് സത്യം കേട്ടോ. പിന്നെ സഹോദരൻ്റെ അടുത്ത് പോകണം. ഇന്നലെ എൻ്റെ മക്കളൊക്കെ പോയി കണ്ടിട്ട് വന്നു. ഇനിയിപ്പം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം വിഷു ഭംഗിയായി ആഘോഷിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ജീവിതം ദൈവം അനുഗ്രഹിച്ചു കൊടുക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. അപ്പോൾ കൂടെ ഞാൻ ഒന്ന് പറയട്ടെ, എന്താണ് വിഷു? എല്ലാവർക്കും വിഷുവിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാവും അല്ലേ? ഓണത്തെ പറ്റി നമ്മുടെ മഹാബലി വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വിഷു നമ്മുടെ ചരിത്രത്തിൽ പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞാൽ ഞാൻ ഒരുപാട് മുത്തശ്ശി കഥ കേട്ട് വളർന്നതാണ്. കാരണം അന്ന് എൻ്റെയൊക്കെ ബാല്യത്തിൽ ഫോണും ടിവിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആകെയുള്ള ഒരു റേഡിയോയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മുത്തശ്ശി കഥ കേട്ട് വളർന്ന ആളാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള കഥ ഞാൻ പറയാം. മുത്തശ്ശി പറഞ്ഞത് വിഷു എന്നാൽ പ്രകൃതി, അതായത് നമ്മുടെ ഭൂമിയെ ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലേ? ഭൂമിദേവൻ എന്ന് പറയാറില്ലല്ലോ, ഭൂമിദേവി എന്നല്ലേ പറയുന്നത്. ഭൂമിദേവി ഒരു സങ്കല്പത്തിൽ, ഭൂമിദേവി ഒരു ദേവിയാണ് എന്ന ഒരു സങ്കല്പത്തിൽ വർഷത്തിലൊരിക്കൽ ഋതുമതിയായി വരുന്നു എന്നാണ് പറയുന്നത്. ഋതുമതിയായി കുളിച്ച് ഈറിനണിഞ്ഞു വരുന്ന ഭൂമിദേവി ഈറിനണിഞ്ഞു വരുന്നതാണ് എന്നാണ് മുത്തശ്ശി പറയുന്നത്. അതായത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നത് ഋതുമതിയാകുമ്പോഴാണ്. ആകുന്ന സമയത്ത് ഒരു പെൺകുട്ടി നല്ല റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് കുളിച്ച് ഈറനണിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ആ പെൺകുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടിയെ പൂജിച്ച് വീടിനുള്ളിലേക്ക് കടത്തുന്നു എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പെൺകുട്ടികളെ മാറ്റി പാർപ്പിക്കും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അന്ധവിശ്വാസത്തിലൂടെ മാത്രമേ ഓരോ കാര്യങ്ങളും മനുഷ്യരിലേക്ക് അത് യഥാവിധി
ആചരിക്കുന്നതിന് വേണ്ടി അന്ധവിശ്വാസത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മനുഷ്യർ അന്നത്തെ കാലത്തൊക്കെ പ്രാവർത്തികമാക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അന്ന് പണ്ടൊക്കെ സ്ത്രീകൾ ഋതുമതിയാകുമ്പോൾ മാറ്റിപ്പാർപ്പിക്കാൻ പ്രത്യേക ഒരു വീടൊക്കെ ഉണ്ടാവും. അങ്ങനെ മാറ്റിപ്പാർപ്പിക്കും. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ സ്ത്രീകൾ. ആ സമയത്ത് 7 ദിവസമോ അല്ലെ 12 ദിവസമോ പെൺകുട്ടികൾ പൂർണ്ണ റെസ്റ്റ് എടുക്കണമെന്നാണ് പറയുന്നത്. കാരണം ശരീരം ഇളതായിട്ടിരിക്കുന്ന സമയമാണ്, കട്ടിപ്പണി ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയും. അങ്ങനെയായിരുന്നു സ്ത്രീകൾ. എന്നതുപോലെ ഭൂമിദേവി ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഋതുമതിയായി കുളിച്ചീർന്നണിഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഭൂമിയിൽ വിത്തുകളൊക്കെ പാകാൻ നിലം ഒരുക്കിയിടും. പാടമാണെങ്കിലും അതുപോലെ തന്നെ കരക്കണ്ടമാണെങ്കിലും കപ്പയിടാൻ, ചേന, ചേമ്പ് എല്ലാ നടീൽ വസ്തുക്കളെല്ലാം നമുക്ക് നട്ട് പിടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഈ ഭൂമിയെ ഒരുക്കി പാകമാക്കിയിടും. ഈ 1-ാം തീയതി കഴിഞ്ഞാൽ, ഈ വിഷു കഴിഞ്ഞിട്ടാണ് നമ്മൾ വിത്തുകൾ പാകുന്നത്. അപ്പോൾ ഭൂമിദേവി ഋതുമതിയായി പിന്നീട് അവൾ കുളിച്ച് ഈർന്നണിഞ്ഞു വരുന്നു. അതിനുശേഷം നമ്മൾ നടുന്ന ഏത് നടീൽ വസ്തുവിനും 100 മേനി വിളവുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പ നടാനാണെങ്കിലും ചേന നടാനാണെങ്കിലും ചേമ്പ് നടാനും എല്ലാത്തിനും പാകമായ സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയെ അറിഞ്ഞാണ് പണ്ടൊക്കെ വിത്ത് വിതച്ചതും കൃഷി ഇറക്കിയതും ഒക്കെ ആളുകൾ. ഇപ്പം ഈ സമയത്ത് എൻ്റെ നാട്ടിൽ എന്തായാലും നന്നായിട്ട് മഴ പെയ്തു. അപ്പോൾ ഭൂമിദേവി കുളിച്ച് ഈർന്നണിഞ്ഞെന്നുള്ളത് സത്യമായി വന്നിരിക്കുന്നു. നല്ലോണം മഴ പെയ്തു, ഇഷ്ടം പോലെ വെള്ളമായി. അപ്പം എല്ലാം കൊണ്ടും മുത്തശ്ശി പറഞ്ഞത് എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കും അതിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ കപ്പക്കാലയൊക്കെ ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ കൃഷിയിറക്കും, ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് എല്ലാ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നാളെ മുതൽ ഞങ്ങൾക്ക് കപ്പ ഇടാൻ തുടങ്ങണം. അപ്പോൾ ഇതാണ് ചരിത്രം പറയുന്നത് എന്നാണ് എൻ്റെ മുത്തശ്ശി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പല കഥകളും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ശരിയെന്ന്. ഓക്കെ, വിഷുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഐതിഹ്യങ്ങളും പറയാനുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രാർത്ഥനയോടെയുള്ള വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി.